ഇന്ന് ഞാനും കല്യാണി ഉള്ളത് കൊല്ലം അഴീക്കലാണ്. ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ നിന്ന് വന്നതാണ്. അഴീക്കൽ നമ്മുടെ തൊട്ട് പിറകിലായിട്ട് കാണുന്ന അഴീക്കൽ പാലം ഉണ്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കൊല്ലം ജില്ലയിലാണ്. എന്നാൽ ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറം വരുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഈ രണ്ട് ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്തുള്ളതാണ് ഈ അഴീക്കൽ ബ്രിഡ്ജ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നേരെ ലൈറ്റ് ഹൗസിലോട്ട് പോവാവേ. നമ്മുടെ വീടിനടുത്താണെങ്കിൽ പോലും നമ്മൾ ഇതുവരെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞ സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണെന്ന് പറഞ്ഞ് നമുക്ക് നേരെ വണ്ടി ഇവിടെ എല്ലാം പാർക്ക് ചെയ്യണം. ഇവിടെ ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ഫീ ആണ്. ടിക്കറ്റിനേക്കാളും കാശ് കൂടുതൽ പാർക്കിംഗ് ഫീ ആണ്. വണ്ടി ആദ്യം പാർക്ക് ചെയ്തിട്ട് നേരെ ലൈറ്റ് ഹൗസിലിട്ട് പോകാം. ഗേസ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കല്യാണി പോയിട്ടുണ്ട്. നമുക്ക് 30 രൂപയാണ് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത്. പിന്നെ ക്യാമറയ്ക്കൊന്നും എക്സ്ട്രാ ഫീ ഒന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നല്ല രസമാണ് ഇപ്പം കാണാൻ. ഗേസ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്നുള്ള ബീച്ച് വ്യൂ നല്ല സെറ്റാണ്. നമുക്കിവിടെ നിന്നിട്ട് ഇതിൻ്റെ ഏത് ആംഗിളിൽ നോക്കിയാലും ഏത് സൈഡ് നോക്കിയാലും അടിപൊളിയാണ്. ആറാട്ടുപുഴ ഭാഗത്തേക്ക് നോക്കിയാലും ഈ കാണുന്ന വ്യൂ ആണെങ്കിലും അതല്ല ബീച്ചിൻ്റെ സൈഡിലേക്ക് നോക്കിയാലും എങ്ങനെ നോക്കിയാലും നല്ല സൂപ്പറാണ്. ഈ രണ്ട് സൈഡിൽ കാണുന്ന രണ്ട് പുലിമുട്ടില്ലയോ, ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരെണ്ണം ആലപ്പുഴ ജില്ലയിലെയും ഒരെണ്ണം കൊല്ലം ജില്ലയിലെയാണ്. ഗേസ് നമുക്ക് ഇനിയിപ്പോൾ പതുക്കെ ലൈറ്റ് ഹൗസിന് താഴെ ഇറങ്ങാം. ലൈറ്റ് ഹൗസ് താഴെ ഇറങ്ങിയിട്ട് പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ അഴീക്കൽ ബീച്ചിലോട്ട് പോകും. നമ്മുടെ ഈ പാലത്തിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഫുള്ള് ഫോട്ടോഷൂട്ടൊക്കെയാണ്. നല്ല രസമാണ്. അടിപൊളിയാണ്. പക്ഷേ വണ്ടിയൊക്കെ നടുക്ക് വെച്ചേക്കണം. റോഡിൻ്റെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നെടുത്ത് മാറ്റം പോലും ചെയ്തില്ല. ആർക്കും ചോദിക്കാനും പറ്റില്ല. ഇവിടെ നമ്മൾ നേരെ ഈ പാലം ഇറങ്ങി നേരെ ചെല്ലുന്നത് ബീച്ചിലോട്ടാണ്. നമുക്കിനി ബീച്ചിൻ്റെ കാഴ്ചകളൂടെ കാണാം. ഓക്കെ, നമ്മൾ ഈ യാത്ര ചെയ്യുന്നതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബോസ്റ്റൺ ബ്രിഡ്ജാണിത്. 2016 ശരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 2022 ഇതിൻ്റെ ഇനാഗ്രേഷൻ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബോസ്റ്റൺ ബ്രിഡ്ജാണിത് കേട്ടോ. നമ്മളിപ്പോൾ അഴീക്കൽ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ താഴെ ഇറങ്ങി ആവശ്യം പോലെ പേൻ പാർക്കുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. താഴെ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മൾ ദൂരെ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് അവിടെ നിന്ന് എടുത്തത്. ഇത് നേരെ ഓപ്പോസിറ്റ് കൊല്ലം ജില്ലയിൽ ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് നേരെ ബീച്ചിലോട്ട് നടക്കാം. കുറച്ച് ദൂരം ഉള്ളൂ നടന്ന്, ഒരു 50 മീറ്റർ ഉള്ളൂ നടന്ന്. നമുക്ക് നേരെ ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കായലിൻ്റെയും കാഴ്ച കാണാം, കടലിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ പറ്റും. നമുക്ക് പതുക്കെ നന്ന ബീച്ചിലോട്ട് പോകാം. ബീച്ചിലാണ് ഉച്ചയായതുകൊണ്ട് നല്ല വെയിലാണ്. ഒരു രക്ഷയില്ല, ആരുമില്ല. തിരക്ക് വളരെ കുറവാണ്. വെയിലായതുകൊണ്ട്. വൈകുന്നേരത്തിലാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഫുള്ള് ക്രൗഡാണ്. ഫ്രണ്ട്സ്, ഏകദേശം 800 മീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഒരു ബീച്ചാണിത്. നമുക്ക് പത്തനംതിട്ട ഉള്ളവർക്ക്, കോട്ടയം ഉള്ളവർക്ക്, കൊല്ലം, കരുനാഗപ്പള്ളി, മാവേലിക്കര, കായംകുളം, ഹരിപ്പാട് ഈ പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ, കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരാൻ പറ്റിയ, ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു ബീച്ചാണിത്. പൊതുവേ പിന്നെ അപകട സാധ്യത വളരെ കുറവാണ്. പിന്നെ ഡോൾഫിനുകളെ ശരിക്കും കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഡോൾഫിനുകളെ ഏറ്റവും അടുത്തായിട്ട് സീൻ ചെയ്യാൻ പറ്റുന്ന ബീച്ചാണ് അഴീക്കൽ ബീച്ച്. നമുക്ക് ഈ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ യാത്രാ സൗകര്യം എപ്പോഴും ബസ് സർവീസ് ഉള്ളൊരു ബീച്ചാണ്. സ്വകാര്യ വാഹനത്തിന് വരെ അതല്ല ബസ്സിന് വേണമെങ്കിൽ ഹരിപ്പാട്, കരുനാഗപ്പള്ളി, കായംകുളം ഭാഗത്തുനിന്ന് ഫുൾ ടൈം സർവീസ് ഉള്ളൊരു ബീച്ചാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ബീച്ചിൽ വരാം. യാത്രാ സൗകര്യം വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബീച്ചിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം മീൻ മേടിക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കടൽ മത്സ്യമോ കായൽ മത്സ്യമോ മേടിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ബീച്ചിനോട് ചേർന്ന ഹാർബറുണ്ട്, അഴീക്കൽ ഹാർബറുണ്ട്. അവിടെ നല്ല ഫ്രഷ് മീനും വാങ്ങിച്ച് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ഉച്ചയായപ്പം തന്നെ കുറേ നേരമായി ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ ക്ഷീണിച്ച് ഇനി പതുക്കെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് നേരെ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. എന്തായാലും ഇന്നത്തെ പരിപാടി അതൊക്കെ നിർത്തി തിരിച്ചു പോവുകയാണ്. വീഡിയോ കണ്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.